ഹായ്, നമുക്കിന്ന് പോഷക സമൃദ്ധമായ ഒരു ഇലക്കറിയുടെ വിഭവം ഉണ്ടാക്കാം. മുരിങ്ങാത്തോരൻ. കണ്ട, എൻ്റെ വീട്ടിൽ ഈ മാർച്ച് മാസത്തിലാണ് മുരിങ്ങ എൻ്റെ കൊമ്പ് നടാൻ പറ്റിയ സമയം. അപ്പോൾ ഞാൻ കുറേ കൊമ്പ് കൊത്തിയിരുന്നു. അപ്പോൾ അങ്ങനെ കുറേ മുരിങ്ങേൻ്റെ ഇല കിട്ടിയിട്ടുണ്ട്. ആ ഇല കൊണ്ടാണ് ഇപ്പോൾ തോരൻ വെക്കുന്നത്. അത് കണ്ട, ഇങ്ങനെ ഇതളായിട്ട് പറിച്ചെടുക്കും മുരിങ്ങേൻ്റെ കൊണ്ടുവന്ന അത്. പിന്നീട് ഇത് ഓരോ ഇലകളായിട്ടിങ്ങനെ ഇത് ആക്കി ഉതിർത്തിടും. പണ്ട് കാലത്തും മഞ്ഞളും ലേശം ഉപ്പ് ഇട്ടോടെ. പണ്ട് കാലം മുത്തശ്ശിമാരുടെ എല്ലാം ജോലി ഇതാണ്. ഇപ്പം കുറച്ച് മതിയെ നോക്കിയിട്ട് ഇത് ഞെരടിക്കാം. മുത്തശ്ശിമാർ ഇതിങ്ങനെ ഓരോരോ അവർക്കിങ്ങനെ ഈ കൊളുന്തൊന്നും കാണാൻ പറ്റില്ല, അവർക്ക് ഇഷ്ടമില്ല. അവരിങ്ങനെ ഓരോന്നായിട്ടിങ്ങനെ ഇലയായിട്ട് എടുത്തിട്ട് ഇങ്ങനെ വെക്കും. ഇന്നത്തെ ആർക്കും അതിനൊന്നും സമയമില്ല. ഇന്ന് എല്ലാവർക്കും ഓട്ടം. എല്ലാവരും എവിടെയാണ് ഓടുന്നതെന്ന് ആർക്കും അറിയില്ല. ആർക്കും എവിടെ എത്തുന്നില്ല. ഓടി എവിടെ എത്തുന്നില്ല. എന്താ ഇങ്ങനെ ഓരോ ഇതളായിട്ടുണ്ടാവും. ഞാനും കുറച്ച് കൊളുന്തുണ്ട് എൻ്റെ കയ്യിലും. അന്ന് മുത്തശ്ശിമാർ വൈകുന്നേരം എപ്പോഴാണ് ഉച്ചക്കെല്ലാം ഇരുന്ന് ഇങ്ങനെ ഓരോന്നായിട്ട് ഇങ്ങനെ നോക്കും. ഇന്ന് എല്ലാവർക്കും തിരക്കാം, ഒന്നിനും സമയമില്ല. പിന്നീട് ഉപ്പും മഞ്ഞളും ചേർത്ത് നല്ലതുപോലെ കുഴച്ചിട്ടുണ്ട്. അതിനുശേഷം കണ്ട ചെറിയുള്ളി ഇടുക, ലേശം ചെറിയുള്ളി, പിന്നെ പച്ചമുളക് ഇട്ട് തേങ്ങ ഇടുക. ബാക്കി കുറച്ച് അവസാനം ഇടാം. കുറച്ച് ജീരകം ഇടണം. ജീരകം ഇട്ടാൽ നല്ല ടേസ്റ്റായിരിക്കും. ജീരകം ഇടുക. നല്ലപോലെ ഞമ്മണ്ടി വെക്കും. ഓണാക്കിയിട്ട് ഗ്യാസ് ഓണാക്കിയിട്ട് ഇങ്ങോട്ട് വെക്കാം. ഗ്യാസ് ഓണാക്കി ഇതില്ലേ നല്ല പോഷക സമൃദ്ധമായ ഒരു ആഹാരമാണ്. വൈറ്റമിൻ എ കണ്ണിന് നല്ലതാവും. വൈറ്റമിൻ എ കണ്ണിനുള്ള എല്ലാ അസുഖങ്ങൾക്കും ഈ ഇലക്കറികൾ നല്ലതാണ്. മുരിങ്ങ ഇല പ്രത്യേകിച്ചിട്ടും മുരിങ്ങേൻ്റെ ഇല, പൂവ്, മുരിങ്ങക്കായ് എല്ലാം നല്ല പോഷക സമൃദ്ധമായ ആഹാരമാണ്. മുരിങ്ങക്കായ് സാമ്പാറിലെല്ലാം എപ്പോഴും നമ്മൾ ഇടാറുള്ളതല്ലേ. ഇനി ഇതിൽ പൊട്ടുകടലിട്ട് ആദ്യം പൊട്ടുകടലിടുക. പൊട്ടുകടല കുറച്ച് വലിപ്പമുള്ളല്ലോ, അത് ലേശം നോക്കാം. മതി പൊട്ടുകടല ഇട്ടിട്ട് ഒന്ന് ചൂടായിട്ട് എന്നിട്ട് ലേശം ഉഴുന്ന് പരിപ്പിട്ട് ഇനി ലേശം കടുക് ഇടുക. കണ്ടോ, കടുക് നല്ലോണം പൊട്ടിക്കോട്ടെ. പിന്നെ നമ്മൾ നേരത്തെ വെച്ച തേങ്ങ ഉണ്ടല്ലോ, കടുക് പൊട്ടുന്നുണ്ട്. ഒരു കായ് മുളകുണ്ട്, രണ്ട് കായ് മുളക്, പച്ചമുളകുണ്ട്, പുറമെ രണ്ട് കായ് മുളക് ചേർക്കാം. എടുത്ത് വെച്ച ലേശം തേങ്ങയില്ല, അത് കൂടിയിട്ട് ഇനി വേഗം ഇട്ടോളെ. ഇത് ഒരു ബ്രൗൺ കളറായിട്ടുണ്ട്, പെട്ടെന്ന് കരിഞ്ഞു പോകും ആ പൊട്ടുകടല.
ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഈ മുരിങ്ങേൻ്റെ ഇലയിൽ വെള്ളമൊന്നും പാടില്ല കേട്ടോ. ഉപ്പേരി തോരൻ ഉണ്ടാക്കുമ്പോൾ തന്നെ ശ്രദ്ധിക്കേണ്ടത് ഇലയിൽ വെള്ളം പാടില്ല. വെള്ളമായാൽ പിന്നെ ഇങ്ങനെ ഇതൊക്കെ ഉണ്ടാക്കുമ്പോൾ കാണുമ്പോൾ തന്നെ നമുക്ക് വായിലൊരു വെള്ളം വരുന്നില്ല. നല്ല ടേസ്റ്റ് മാത്രമല്ല, ഇതിന് പോഷകം കൂടിയൊരു ആഹാരമാണ്. പെട്ടെന്ന് തയ്യാറാക്കാൻ ചെയ്യുക. പക്ഷെ മുരിങ്ങച്ചപ്പ് കിട്ടാനാണ് കുറച്ച്, മുരിങ്ങേൻ്റെ ഇല കിട്ടാനാണ് കുറച്ച് കാര്യം. മുരിങ്ങയിലുണ്ടെങ്കിൽ പെട്ടെന്ന് കഴിയും. ഇതൊക്കെ എല്ലാവരും മുരിങ്ങ സ്വന്തം വീട്ടിൽ തന്നെ വളർത്താൻ പറ്റുന്ന ഒരു സ്ഥലമുള്ളൊരു ഇത് മുരിങ്ങയൊക്കെ എന്തെങ്കിലും നട്ട് പിടിപ്പിച്ചാൽ ഒക്കെ വേറെ നിർത്താം.